ഹലോ ഗൈസ്, അപ്പം നമ്മളൊരു ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ആണ് കാണാൻ പോകുന്നത്. ഞങ്ങളപ്പോൾ ഇന്നത്തെ പർച്ചേസ് വെസ്റ്റ് സൈഡിൽ നിന്നാണ് ഗൈസ് ആരംഭിച്ചേക്കുന്നത്. നമ്മി കാര്യമായിട്ട് എന്തൊക്കെയോ നോക്കുന്നുണ്ട്. അത് കൊള്ളാം. നമ്മിവിടെ കാര്യമായിട്ടുള്ളൊരു പർച്ചേസിങ് ആണ്. ഞാനൊരു 2 ഇതെടുത്ത് നോക്കി ട്രൈ ചെയ്ത് നോക്കട്ടെ. ഓ മൈ ഗോഡ്, പണ്ടൊക്കെ വലിയവരുടെ സെക്ഷനിലാണ് എനിക്ക് കിട്ടിക്കൊണ്ടത്. ഇപ്പൊ വന്നു ഈ കിഡ്സ് സെക്ഷനിൽ അത് ഓ മൈ ഗോഡ്, ഈശ്വര, ഇത് എന്താണിത്? കിഡ്സ് സെക്ഷനിൽ നിന്നാണ് ഡ്രസ്സ് കിട്ടുന്നത്. വലിയവരുടെ സെക്ഷനിൽ നോക്കിയപ്പോ സൈസ് കറക്റ്റ് അല്ല. വാട്ട് ഇസ് ദിസ്? എന്റെ അമ്മേ, പണ്ടിന്റെ ചേച്ചീനെ ഞാൻ കളിയാക്കിയാൽ എനിക്ക് കിട്ടിയതാണ്. കർമ്മ. ഓ മൈ ഗോഡ്. ഇതല്ല കേട്ടോ. അങ്ങനെ കൂട്ട് വന്ന ഞാൻ മേടിച്ചത് എത്രയാണ് ഗൈസ്? ഓ മൈ ഗോഡ്, അതും കിഡ്സ് സെക്ഷനിൽ നിന്നോ. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷെ നല്ലതായിരുന്നു കേട്ടോ. കളക്ഷൻസ് ഉണ്ട്, അത്യാവശ്യം ഓഫേഴ്സും ഉണ്ട്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ പർച്ചേസ് ചെയ്തു. പോത്തീസിൽ പോകാൻ വേണ്ടി വന്ന ഞാൻ വെബ് സൈഡിൽ നിന്നാണ് ഇപ്പം പർച്ചേസ് ചെയ്തത്. ഇനി അത് പോത്തീസിൽ പോകുമ്പോൾ എന്തായിരിക്കും? കോലം നോക്കി ഷോപ്പ് ചെയ്ത്. അയ്യോ പഠിച്ചോനെ, ഞാനല്ല യൂബർ കാത്തിരിക്കണം ഗൈസ്. ഒന്നും വാങ്ങാനില്ലാത്ത ഞാൻ ഒരു ബാഗും വാങ്ങാനുണ്ടായി. എല്ലാ കിഡ്സും കിഡ്സ് സെക്ഷനിൽ ഞാൻ ഡ്രസ്സ് വാങ്ങി. എന്ത് ചെയ്യാൻ പറ്റും? കിഡ്സിൽ ഡ്രസ്സ് പോയിട്ട് ഗ്ലൗസ് പോലും കിട്ടില്ല. എനിക്ക് കിഡ്സിൽ നിന്നാണ് ഗൈസ് ഈ പ്രാവശ്യം ഡ്രസ്സ് കിട്ടിയത്. ഞാൻ ഡ്രസ്സ് മേടിക്കണമെന്നുള്ള ഒരു ഇതിൽ വന്നല്ല, വേറെ സ്ഥലത്ത് മേടിക്കാൻ വേണ്ട. പക്ഷെ ഇവിടെ വന്നപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലായിരുന്നു. നല്ലല്ലേ? ഓവർ സൈസ് ഇടാൻ പറ്റും, ക്രോപ്പ് ടോപ്പ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഞാൻ എടുത്ത എല്ലാം ഇഷ്ടപ്പെട്ടു. കിഡ്സ് സെക്ഷൻ ആണെങ്കിൽ പോലെ അടിപൊളിയായിരുന്നു. അപ്പൊ ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവാണ്. ഇന്ന് ഞങ്ങളുടെ ഷോപ്പിംഗ് ഡേ. വെസ്റ്റ് സൈഡിന് ശേഷം ഞങ്ങൾ വെസ്റ്റേൺ ലേഡിയിൽ വന്നിരിക്കുകയാണ്. വെസ്റ്റേൺ ലേഡി ഒരു ഡ്രസ്സും എടുക്കണില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ് ഈശ്വര ഇങ്ങനെ ആയിപ്പോയത്. പണ്ടത്തെ ഷോപ്പ് ഹോളിക് സൂര്യ ഉണർന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പം ഉണർന്നില്ല, കുറച്ചായിട്ട്. പക്ഷെ എന്നാലും ഞാൻ ഉണർന്നു. പക്ഷെ രസമുണ്ട്, നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട്. ചിലതൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ കണ്ണടക്കുക എന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ വിചാരിച്ചാലും ഇറ്റ്സ് നൈസ്. ഇനി ഞങ്ങൾ അടുത്ത എങ്ങോട്ടാണ്? ശരിക്കും ഞാൻ പോത്തീസിൽ പോകാൻ വന്ന ഞാനിപ്പോൾ വെസ്റ്റ് സൈഡിലായി, വെസ്റ്റേൺ ലേഡിയിലായി. ഇനി നെക്സ്റ്റ് എങ്ങോട്ടാണാവോ? ഓണത്തിനൊരു ധാവണി എടുക്കണം എന്നൊരാഗ്രഹത്തിൽ ഞാൻ ഇങ്ങനെ ഇരുന്നതാണ്. ഇനി എന്താവും എന്തോ, ഇനി അടുത്തങ്ങോട്ട്. അപ്പം ഗൈസ്, അടുത്ത ഷോപ്പിംഗ് ഡിസിഷൻ കഴിഞ്ഞിട്ട് ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ. അതിനുമുമ്പ് വേറെയും കുറച്ച് പരിപാടികളുണ്ട്. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ വിശന്നിട്ട് വയ്യ. അപ്പോൾ ഞങ്ങൾ നേരെ പോയി ഒബ്രോമാളിൽ പോയി ഫുഡ് കോർട്ടിൽ പോയി ഓർഡർ ചെയ്തു. അങ്ങനെ മൊമോസും ഫ്രൈസും ഞാൻ ഓർഡർ ചെയ്തു. മൊമോസ് ഓർഡർ ചെയ്തു, പിന്നെ 2 ഓറഞ്ച് ജ്യൂസും. ഓ എൻ്റെ അമ്മയെ, സമാധാനമായി. ഇങ്ങനെ ഗൈസ്, ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട്, അതെ, ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഒബ്രോമാളിൽ വന്നു. അതിൻ്റെ ബാക്കി കുറച്ച് കാര്യങ്ങൾ എന്താ. അങ്ങനെ ഗൈസ്, ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി പോകുന്നു. അതെ, ഞങ്ങൾ കുറച്ച് കവറ് ഞങ്ങൾ വെസ്റ്റേൺ ലേഡിയുടെ അവിടെ മറന്നു വെച്ചല്ല, പൊക്കിക്കൊണ്ടല്ല, ഇതുകൊണ്ട് ഞങ്ങളുടെ വെച്ചത്. അപ്പൊ ദേ ഓണമൊക്കെയാണ്. അപ്പൊ ഗൈസ്, എന്തായി നമിക്കുട്ടി? ഒരു ബൈ കൊടുത്തേക്ക് നമി, ഒരു ബൈ കൊടുത്തേക്ക്. ബൈ. അങ്ങനെ ഗൈസ്, ഷോപ്പിങ്ങിന് പോയ ഞാൻ, അതായത് സാരി വാങ്ങാനായിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് ഞാനും പർച്ചേസ് ചെയ്തു കുറച്ചധികം. ബട്ട് ഇറ്റ്സ് കൂൾ, ഹാപ്പി. അപ്പൊ ഗൈസ്, ഇന്നത്തെ ഷോപ്പിംഗ് വ്ലോഗ് ഇത്രേ ഉള്ളൂ. ബൈ.